തിരുക്കുറൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. പൂർണ്ണമല്ല, പൂർണ്ണമാണോ ഇല്ലയെന്ന് അറിയില്ല. കാര്യം പല വീടുകളിൽ നിന്നായി കിട്ടിയതാണ്. അദ്ദേഹം താമസിച്ച വീടുകളിലൊക്കെ വെച്ച് വിവർത്തനം ചെയ്ത് അവിടെ ഇട്ടിട്ട് പോയി. അങ്ങനെ അവസാനം ശേഖരിക്കപ്പെട്ട ഏകദേശം 1948 ഏപ്രിലിൽ ഇത്തരം ഒരു പ്രമേയം അവതരിപ്പിക്കേണ്ടി വരുന്നത്. അതിന് കാരണം 1945-46 കാലഘട്ടത്തിൽ മറ്റു പല കഥകളുമുണ്ട്. അത് മാറ്റിവെക്കും. എന്തായാലും ചടയമംഗലം ഇന്നറിയപ്പെടുന്നത് ജഡായുമംഗലം. അതുപോലെ റാംഫോസ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ സെക്രട്ടറി ആയിരുന്നു. ഇനി സ്ഥലപ്പേരുകളുണ്ട്. റാംസ് ഗേറ്റ് ഇപ്പോഴുമുള്ള സ്ഥലമാണ് ബ്രിട്ടനിലാണ്. റാംസ് ഗേറ്റ്. രാമോത്ത് ജോർദാനിലെ ഒരു പട്ടണത്തിന്റെ പേരാണ്. ഇനി നമുക്കറിയാം പാലസ്തീൻ വിമോചന പോരാളി അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തെ അടക്കിയ ഒരു സ്ഥലത്തിന്റെ പേരുണ്ട് രാമള്ള. നമസ്കാരം. ഇന്ന് വരാൻ കഴിയും എന്ന് പ്രതീക്ഷിച്ചതല്ല. 2 ദിവസമായിട്ട് നല്ല ചുമയും ഇന്നലെ ഇത്തിരി പനിയും ആയിട്ട് കിടപ്പായി. ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് ആണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോ ഇടയ്ക്ക് ചുമ ഒന്ന് കൂടിയാൽ നിർത്തേണ്ടി വരും. അവരവസ്ഥയിലാണ്. എന്നാലും ലാൽ സലാം പറഞ്ഞ സ്ഥിതിക്ക് വരാതിരിക്കുന്ന ഒരു മര്യാദകേടാണ്. കാരണം ഒരാശയത്തിൻ്റെ പേരിൽ, ഒരു പ്രിൻസിപ്പിളിൻ്റെ പേരിൽ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ടു പോകുന്ന ഒരാളാണ്. വെറും ഒരു കച്ചവട സ്ഥാപനമായിട്ടല്ല അത് നടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വൈകാരിക ബന്ധം ആ സ്ഥാപനവുമായും ലാൽ സലാമുമായിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ വന്നേ തീരൂ എന്ന് മനസ്സ് നിർബന്ധം പിടിച്ചതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ തന്നിരിക്കുന്ന വിഷയം ചരിത്രത്തിലെ കാവ്യവൽക്കരണമാണ്. ഇരിയാറിൻ്റെ, അതായത് പെരിയാറിൻ്റെ പേരിൽ നാസ്തികം 2026 നടത്തുന്ന ഈ പെരിയാറിനെ പെരിയാറാക്കി മാറ്റിയത്, അല്ലെങ്കിൽ ഇരിയാറിനെ പെരിയാറാക്കി മാറ്റിയത് ചരിത്രമാണ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ പലരും പറയും ഇയാൾ വന്ന് ഒരുപാട് തള്ളുകയാണ്. അല്ല, നമ്മുടെ തെന്നിന്ത്യക്ക് ഒരു ചരിത്രമുണ്ട്. ഏകദേശം BC 300 മുതൽ AD 600 വരെയുള്ള കാലഘട്ടത്തിൽ എഴുതപ്പെട്ട സംഘകാല കൃതികൾ 2632 പാട്ടുകളാണ്. 11 മേൽക്കണക്ക് എന്നും 11 കീഴ്ക്കണക്ക് എന്നും പറയുന്ന 36 കൃതികളാണ് അതിലുള്ളത്. അതിലാണ് വരുന്നത് തിരുക്കുറളൊക്കെ അതിൽ വരും. പുറനാനൂർ, അകനാനൂർ തുടങ്ങി ചരിത്രബന്ധിയായ അതിനകത്ത് 1-2 പ്രയോഗങ്ങൾ നമ്മൾ തിരിച്ചറിയണം. കനിയാൻ പൂങ്കുന്നൻ എന്ന് പറയുന്ന ഒരാള് അതിനകത്തൊരു കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യാതും ഊരേ യാവരും കേളേ, യാതും ഊരേ യാവരും കേളേ, എല്ലാം എൻ്റെ നാട്, എല്ലാ മനുഷ്യരും എൻ്റെ സഹോദരങ്ങൾ. ഇതിനപ്പുറം ഒരു സോഷ്യലിസ്റ്റ് വീക്ഷണം BC 200 ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അതും അതിനോടൊപ്പം തന്നെ ധർമ്മോപദേശ കാവ്യങ്ങൾ, നമ്മൾ ഭഗവത്ഗീതയെ കുറിച്ച് നമുക്കറിയാം, ശാങ്കര സ്മൃതിയെക്കുറിച്ച് നമുക്കറിയാം. എന്നാൽ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത, അധികം വായിക്കാത്ത, അണ്ണാച്ചിമാരുടെ വകയെന്ന് നമ്മൾ സീല് കുത്തി കളഞ്ഞിരിക്കുന്ന തിരുക്കുറൾ. ഉഴുതുണ്ട് വാഴ്വാരേ വാഴ്വാർ, മറ്റും അവർ തൊഴുതുണ്ട് പിൻചൊൽപ്പവർ. അധ്വാനിക്കുന്നവനെ കുറിച്ച് ആദ്യമായി ഒരു കവിത, 1 അല്ല 10 കവിതകൾ വരുന്നത് ഈ തിരുക്കുറൾ. അധ്വാനിക്കും, ബാക്കിയെല്ലാം ധർമ്മോപദേശം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ കല്യാണം കഴിക്കണം, കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം, ദൈവത്തിനെ കുറിച്ച് മാത്രം, ജാതികളെക്കുറിച്ച് മാത്രം, മതങ്ങളെക്കുറിച്ച് മാത്രം, ദൈവങ്ങളെക്കുറിച്ച് മാത്രം പറയുന്ന ഭഗവത്ഗീത പോലെയുള്ളതിന് ബദലായി മുമ്പോട്ട് വെച്ചത് തിരുക്കുറൾ. പക്ഷേ ആ തിരുക്കുറൾ നമുക്കും വേണ്ട. പഴയ തിരുവിതാംകൂർ രൂപപ്പെട്ടൊരു സാധനമാണത്.
നമ്മുടെ നാഞ്ചുനാട്ടാണ് അത് രൂപം കൊള്ളുന്നത്, ശാസ്ത്രീയമായി അടുത്ത കാലത്ത് തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കത് വേണ്ട, നമുക്ക് ഭഗവത്ഗീത മതി. ഇവിടെയാണ് ഗുരുവിന്റെ പ്രാധാന്യം. നാരായണ ഗുരു ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ അല്പം പറഞ്ഞൊന്ന് അവസാനിപ്പിക്കാം. നാരായണ ഗുരുവിനോട് ചോദിച്ചു, നാരായണ ഗുരു തിരുക്കുറൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. പൂർണ്ണമല്ല, പൂർണ്ണമാണോ ഇല്ലയെന്ന് അറിയില്ല. കാര്യം പല വീടുകളിൽ നിന്നായി കിട്ടിയതാണ്. അദ്ദേഹം താമസിച്ച വീടുകളിലൊക്കെ വെച്ച് വിവർത്തനം ചെയ്ത് അവിടെ ഇട്ടിട്ട് പോയി. അങ്ങനെ അവസാനം ശേഖരിക്കപ്പെട്ട ഏകദേശം 10-12 കവിതകൾ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അതിന്റെ പൂർണ്ണ രൂപത്തിൽ കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനോട് ഒരു ശിഷ്യൻ ചോദിച്ചു, ഗുരുവിനോട് ചോദിച്ചു, ഗുരുവേ, ലോകം മുഴുവൻ ആരാധിക്കുന്ന ഭഗവത്ഗീതയെ അങ്ങ് എന്തുകൊണ്ടാണ് വിവർത്തനം ചെയ്യാത്തത്? അതിന് ഗുരു ഒറ്റ വാക്കിലൊരു ഒരു വാചകത്തിലൊരു മറുപടി പറഞ്ഞു. ആ ഭഗവത്ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം. ഒരു കൂട്ടക്കൊലയ്ക്ക് ആഹ്വാനം ചെയ്യുന്ന ഏത് മനുഷ്യനെയും അച്ഛനെയും അമ്മയെയും ആരെ വേണമെങ്കിലും ഏതെങ്കിലുമൊക്കെ ന്യായത്തിന്റെ പേരിൽ കൂട്ടക്കൊല ചെയ്യാമെന്ന് നമ്മളെ ഉദ്ഘോഷിക്കുന്ന, നമ്മളെ പ്രേരിപ്പിക്കുന്ന, നമ്മളെ പഠിപ്പിക്കുന്ന ഭഗവത്ഗീത മാത്രം മതി നമുക്ക്. പക്ഷേ കർഷകനെ കുറിച്ച് പറയുന്ന ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണാൻ മാത്രം ശീലിച്ച് നമുക്ക് ഈ തിരുക്കുറൾ എന്ന് പറയുന്നത് നമ്മൾ 7 അയലത്ത് അടുപ്പിച്ചിട്ടുള്ള ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ, ആരെങ്കിലും വായിച്ചിട്ടോ എന്ന് എനിക്കറിയാം. ഇതാണ് നമ്മുടെ ഒരു മാനസികാവസ്ഥ. നമ്മളൊക്കെ പുരോഗമനവാദികളെന്നൊക്കെ നമ്മൾ ഉച്ചസ്ഥനം ഉദ്ഘോഷിക്കുമ്പോഴും ഇങ്ങനെ ചില അപാകതകൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ നിർവാഹം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇത് ആമുഖമായി ഞാൻ ഇത്രയും പറഞ്ഞതാ. 1948 ഏപ്രിൽ മാസം 3-ാം തീയതി ഭരണഘടന നിർമ്മാണ സമിതി കൂടുന്നു. 2 സമിതികളാണ് അതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടത്. ഒന്ന് ഭരണഘടനാ നിർമ്മാണ സമിതി, ഒന്ന് അംബേദ്കറുടെ നേതൃത്വമുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അങ്ങനെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ കൂടിയ മീറ്റിംഗിൽ അനന്തശയനം അയ്യങ്കാർ എന്ന് പറയുന്ന ഒരാളാണ് ഒരു പ്രമേയം അവതരിപ്പിച്ചു. ആ പ്രമേയത്തിനെ പിന്തുണച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച പ്രമേയത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ജനാധിപത്യത്തിന്റെ ശരിയായ പ്രവർത്തനത്തിനും നടത്തിപ്പിനും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും വളരുന്നതിനും ഇന്ത്യൻ ജീവിതത്തിൽ നിന്ന് വർഗീയവാദം ഉന്മൂലനം ചെയ്യപ്പെടണം. ഭരണയന്ത്രം സമുദായ സംഘടനകളിൽ നിന്ന് മുക്തമാകണം. അതിനോടൊപ്പം നെഹ്റു മറ്റൊന്നുകൂടി കൂട്ടിച്ചേർത്തു: മതമില്ലാത്ത രാഷ്ട്രവും മതാസ്പദമല്ലാത്ത പൗരത്വം. എന്തുകൊണ്ട് 1948 ഏപ്രിലിൽ ഇത്തരം ഒരു പ്രമേയം അവതരിപ്പിക്കേണ്ടി വരുന്നത്? അതിന് കാരണം 1945-46 കാലഘട്ടത്തിൽ ഇന്ത്യയിലാകമാനം ഉയർന്നു വന്ന ദുരാഷ്ട്രവാദം. ആരാണ് ഈ രാഷ്ട്രവാദത്തിന് നേതൃത്വം കൊടുത്തത്? ഒന്ന്, മുഹമ്മദ് അലി ജിന്ന, മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ഞങ്ങൾക്ക് വേണം. രണ്ടാമത്തേത്, ഹിന്ദുക്കൾക്ക് മാത്രമായ ഒരു രാഷ്ട്രം, ബി.ഡി. സവർക്കർ. അപ്പോൾ സവർക്കറും ജിന്നയും മുമ്പോട്ട് വെച്ച ദുരാഷ്ട്രവാദത്തിന്റെ ബദൽ എന്നുള്ള നിലയ്ക്കാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പിന്തുണയോടുകൂടി ഇങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിച്ചു. അവിടം മുതൽ നമ്മൾ ആരംഭിക്കുന്നു. അവിടം മുതൽ എങ്ങനെയൊക്കെ ഭരണത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും മതം ഇടപെടുന്നു എന്നുള്ളത് നമ്മൾ ഇന്നും അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളോടുകൂടി നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കും. സവർക്കർ അന്ന് ഇട്ട ആ കനൽ കുറേശ്ശെ നീറാൻ തുടങ്ങി. ആ നേരെ കത്തിയ അവസ്ഥയിലാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇത് ലോകത്താകമാനമുണ്ട്. ഇപ്പൊ തെക്കേ ആഫ്രിക്കൻ നമ്മൾ നോക്കൂ, അപ്പാർത്തൈഡ്, കറുത്തവരും നിറത്തിന്റെ പേരിലുള്ള വിവേചനം, ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധം, ഷിയയും സുന്നിയും തമ്മിലുള്ള തർക്കമാണ്. അതുപോലെ നമ്മുടെ ശ്രീലങ്കയിൽ നോക്കൂ, തമിഴരും സിംഹളരും തമ്മിലുള്ള യുദ്ധം. അപ്പൊ ഇതിനൊക്കെ ഇവർ വയ്ക്കുന്നൊരു ന്യായമുണ്ട്. ഒരു മതത്തിന് മാത്രമേ ഒരു രാഷ്ട്രത്തെ ഒന്നിച്ചു നിർത്താൻ കഴിയൂ എന്ന. ഇതുപോലൊരു ശുദ്ധ അബദ്ധം വേറൊന്നില്ല. ഒരു ഉദാഹരണമാണ്, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് പോലെ പാകിസ്ഥാൻ രൂപപ്പെട്ടു വരുന്നത്. കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാൻ. പക്ഷേ ഏകദേശം ഒരു 1/4 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ 2 രാഷ്ട്രമായി മാറി. ഒരേ മതം. ബംഗ്ലാദേശ് എന്നും പാകിസ്ഥാൻ എന്നും മാറി. ചെക്കോസ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യം എന്ന ഭൂപടത്തിൽ ഇല്ല. ചെക്കും സ്ലോവാക്യയുമായി അത് മാറിക്കഴിഞ്ഞു. ഒരേ മതം.
അപ്പൊ ഈ മതമല്ല പ്രശ്നം. മതത്തിനൊരു രാഷ്ട്രത്തിനെ ഒന്നിച്ചു നിർത്താൻ കഴിയില്ല. ഒരേ മതമാണ് ഇറാനും ഇറാഖും തമ്മിലുള്ള പക ഈ അടുത്ത കാലത്താണ് അല്പം ഒന്ന് ശമിച്ചത്. എത്രയോ നൂറ്റാണ്ടുകളായി ഇവരെ നടത്തിക്കൊണ്ട് ഷിന്നി സുയ മത്സരം. അപ്പൊ ഈ മതത്തിന് രാഷ്ട്രത്തെ ഒന്നിച്ചു നിർത്താൻ കഴിയുമെന്നുള്ള ന്യായം വൃഥാവിലാണെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കും. അപ്പൊ ഈ രാഷ്ട്രത്തിനെ ഒന്നിച്ചു നിർത്താൻ മതം അത്യന്താപേക്ഷിതമാണെന്ന പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇതെല്ലാം മുമ്പോട്ട് വയ്ക്കുന്നത്. അതായത് മത തത്വ ശാസ്ത്രം. അവിടെയാണ് മതത്തിനെ കാവ്യവൽക്കരിക്കുന്നു അല്ലെങ്കിൽ മതത്തിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ അപകടം ഈ ചരിത്രത്തിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന് മാത്രമല്ല, കഥയെ അല്ലെങ്കിൽ കെട്ടുകഥകളെ ചരിത്രവൽക്കരിക്കുകയും ആ ചരിത്രത്തെ മതവൽക്കരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം. ഒരു ഉദാഹരണം, എങ്ങനെയാണ് കഥയെ ചരിത്രമാക്കുന്നതും ചരിത്രത്തിനെ മതവൽക്കരിക്കുന്നതും എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ചടയമംഗലം എന്നൊരു സ്ഥലം. അറിഞ്ഞിരിക്കും ചടയമംഗലം. ഈ ചടയമംഗലം ഒരു 50 കൊല്ലത്തിന് മുമ്പ് സർവ്വരേഖകളിലും ചടയമംഗലം, എല്ലാ രേഖകളിലും ചടയമംഗലം. അതിന്റെ താഴെ ഒരു ചെറിയൊരു ശിവക്ഷേത്രമുണ്ട്. ആ ശിവക്ഷേത്രത്തിന്റെ പേരിൽ നിന്നാണ് അത് രൂപപ്പെട്ടത്. കാരണം ശിവന് ജഡയൻ എന്നൊരു പേരുണ്ട്. ജഡാഭാരത്തിലാണല്ലോ ഗംഗയെ സൂക്ഷിച്ചിരിക്കുന്നത്. ജഡയൻ എന്ന് പറയും. ഈ പഴയ മലയാളത്തിൽ ജ ഇല്ല, അതിന് പേരാണ് ച. അങ്ങനെ ചടയന. മറ്റു പല കഥകളുമുണ്ട്, നമുക്ക് അത് മാറ്റി വയ്ക്കും. എന്തായാലും ചടയമംഗലം ഇന്നറിയപ്പെടുന്നത് ജഡായുമംഗലം. ഇതാരോ ഇളക്ക് വിട്ടൊരു കഥ, ആരോ നെനഞ്ഞെടുത്തൊരു കഥ. ശ്രീരാമനെ കൊണ്ട് അല്ല, അതായത് സീതയെ കൊണ്ട് രാവണൻ പോയപ്പോൾ ജഡായു എതിർത്തുവെന്നും ജഡായുവിനെ വെട്ടി തറയിലിട്ടെന്നും അങ്ങനെ ജഡായു വീണ സ്ഥലം ആ മിത്തിനെ വെച്ചുകൊണ്ട് അവിടെ ഒരു വലിയൊരു പക്ഷിയുടെ രൂപം ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിപ്രതിമ അതാണെന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ അവിടെ ചെന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, ചടയമംഗലം എന്നുള്ള സ്ഥലപ്പേര് മാറിയിരിക്കുന്നു ജഡായു ജംഗ്ഷൻ. അപ്പൊ ഇതിൽ വലിയ സീരിയസ് ആയി നിങ്ങൾ കാണുന്നില്ല, നമ്മളൊന്നും കാണുന്നില്ല, ഒരു സ്ഥലപ്പേരുണ്ട്. പക്ഷേ അടുത്ത തലമുറയ്ക്ക് അത് കൊടുക്കുന്ന സന്ദേശം എന്താണ്? വിചാരിക്കുക, ഒരു 50 കൊല്ലത്തിന് ശേഷം ഒരു കുട്ടി ആ സ്ഥലത്തിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാകും. ജഡായു ജംഗ്ഷൻ എങ്ങനെ ഉണ്ടായി? അതിങ്ങനെയാണ്. ശ്രീരാമൻ വന്നു, അല്ല രാവണൻ വന്നു, സീതയെ കൊണ്ടുപോയി, അപ്പോൾ വെട്ടിയിട്ടു. ഇതായിരിക്കും അടുത്ത് ഈ കഥയാണ് പ്രചരിക്കാൻ പോകുന്നത്. ഇത് ചരിത്രമാവുകയാണ്, ഇത് മതത്തിന്റെ ഭാഗമാവുകയാണ്, ഭരണ സങ്കല്പത്തിലേക്ക് മാറുക. ഇവിടെ നമ്മൾ മറ്റൊന്ന് കൂടി പറയേണ്ടതുണ്ട്. നമുക്കറിയാം ഹോമറുടെ ഇലിയഡും ഒഡീസിയും. ഇലിയഡ് ഒഡീസിയും ഒന്നും ഇന്നും കാവ്യങ്ങളാണ്. BC 600 700 എഴുതാണ്. ഇന്നും കാവ്യങ്ങളാണ്. അതിനെ ആരും മഹത്വവൽക്കരിച്ചിട്ടില്ല, അതിനെ ചരിത്രമാക്കിയിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മുടെ രാമായണത്തിനെ ചരിത്രമാക്കി മാറ്റിയിരിക്കുന്നു. ചരിത്രത്തിലെ നായകനെ നമ്മൾ ദൈവത്തിന്റെ പരിവേഷം കൊടുത്ത് ദൃശ്യം മര്യാദ പുരുഷോത്തമനായി പ്രവർത്തിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിടത്തേക്ക് വീണ്ടും വരുന്നു. ജഡായുവിനെ വെട്ടിയിട്ടത് എപ്പോഴാണ്? ലങ്കയിലേക്ക് രാമൻ പോകുമ്പോഴാണ്. ലങ്ക എവിടെയാണ്? തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് 2 ലങ്കയുണ്ട്. എത്ര പേർക്കറിയാം? ഒന്ന് നമ്മുടെ തിരുവല്ലത്ത്, ഏതാണ്ട് 2.5 ഏക്കറോളം വിസ്തൃതിയുള്ള ഒരു ഐലൻഡാണ്. മറ്റൊന്ന് നമ്മൾ മുടവമോളിൽ നിന്ന് കരമനയാറ്റിലേക്ക് ആ ഭാഗത്തേക്ക് പോകുന്ന ഒരു ചെറിയ ഇടറോഡ്. അവിടെ ഒരു മുനമ്പ് പോലെ കരമനയാറ്റിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു പ്രദേശമുണ്ട്. അതിന്റെ പേരും ലങ്ക എന്നാണ്. ആലപ്പുഴ മറ്റൊരു ലങ്കയുണ്ട്. എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരിനടുത്ത് ഒരു ബാർദിന്റെ പേര് ലങ്ക എന്നാണ്. അത് ലങ്ക എന്ന് പറഞ്ഞാൽ ദ്വീപ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. മറ്റൊന്നു കൂടി നിങ്ങൾ അറിയുക, 1970 ശ്രീലങ്ക എന്ന പേര് അതിന് കിട്ടുന്നത്. അതുവരെ അതിന്റെ പേര് സിലോൺ എന്നാണ്. 1970 ശേഷമാണ് അത് ശ്രീലങ്കയായി മാറുന്നത്. അതുവരെ അത് സിലോണായി. അപ്പൊ ഈ കഥ എങ്ങനെയാണ് ഈ കഥ രൂപപ്പെട്ടു വരുന്നതെന്നും കഥ എങ്ങനെയാണ് ചരിത്രമാകുന്നതെന്നും ഈ ചരിത്രത്തെ എങ്ങനെയാണ് മതത്തിൽ ഇടപെടുത്തുന്നത് എന്നുമാണ്. അയോധ്യ, എത്ര അയോധ്യ? നമ്മുടെ തമിഴ്നാട്ടിൽ അത് അയോധ്യ ഉണ്ട്. അയോധ്യാപുരി എന്നാണ്.
നമുക്കറിഞ്ഞുകൂടാത്ത അയോധ്യകൾ പല സ്ഥലങ്ങളിലായി ഉള്ളതായി. ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഇന്റർനെറ്റ് കിട്ടും ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ, ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ. അത്തരത്തിൽ ഈ കഥകളെ മുഴുവൻ ചരിത്രവൽക്കരിക്കുകയാണ് ഇവിടെ. ഇനി ഇതിന്റെ ഒരു ക്രോണോളജി ഉണ്ട്. ഇവിടെ ഞാൻ എന്തുകൊണ്ടാണ് രാമായണത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് വെച്ചാൽ, ഇവിടെ ഒരു ഭരണമാറ്റത്തിനും സാമൂഹ്യ മാറ്റത്തിനും ചിന്താശൈലിക്കുള്ള മാറ്റങ്ങൾക്കും വരുത്തിയത് ഈ രാമായണം 1984 ഇന്ദിരാഗാന്ധി മരിക്കുന്നതും രാജീവ് ഗാന്ധി അധികാരത്തിലേക്ക് വരുന്നത്. അതോടുകൂടിയാണ് ഈ രാജീവ് ഗാന്ധി ഭരണം നിലനിർത്തുന്നതിന് പലപ്പോഴും പല മതങ്ങളെയും, പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിനെയും സിഖ് മതത്തിനെയും ഒക്കെ പ്രീണിപ്പിച്ചു, ഹിന്ദു മതത്തിനെയും പ്രീണിപ്പിച്ചു. അപ്പൊ ഈ 87 ഒരു സീരിയൽ വന്നു, രാമായണം സീരിയൽ. രാമാനന്ദ സാഗറിന്റെ രാമായണം സീരിയൽ. നിരവധി ആളുകൾ, അത് ഒരുപക്ഷെ എനിക്കൊന്നാണ് ഈ ദൂരദർശന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പണം അടിച്ചു വാരിയത് ഈ സീരിയലാണ്. ഏതാണ്ട് 1.5 കൊല്ലം നീണ്ടു നിന്ന സീരിയൽ. 87 തുടങ്ങി 88 അവസാനിച്ചു. ഇതോടുകൂടി രാമനൊരു പ്രത്യേക പരിവേഷം വന്നു, രാമായണത്തിന് പ്രത്യേക പരിവേഷം വന്നു. അത് പക്ഷേ വാൽമീകി രാമായണമായിരുന്നില്ല, തുളസീദാസ് രാമായണമായിരുന്നു. രാമായണങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പൂർണ്ണ രാമായണം 300 ഏതാണ്ട് ഭാഗികമായ രാമായണം 1300 ഉണ്ട് എന്നാണ്. 1200 എണ്ണത്തിന്റെ ലിസ്റ്റ് എൻ്റെ കൈവശമുണ്ട്. ഭാഗികമായ രാമായണം, പൂർണ്ണ രാമായണം 300 ശിഷ്ടം. അത് ഈ 300 രാമായണത്തിന് ഇപ്പൊ ഒന്നാണ് ജാതക കഥകളിൽ ബുദ്ധമതക്കാർക്ക് ഒരു രാമായണമുണ്ട്. അവിടെ ശ്രീരാമന്റെ സഹോദരിയാണ് സീത. ഇനി അതുപോലെ തന്നെ ജൈന രാമായണമുണ്ട്. ജൈന രാമായണത്തിൽ രാവണന് 10 തലയിൽ ആകെ 1 തലയുള്ളൂ. കാരണം നവരത്നങ്ങൾ ധരിച്ചിരിക്കുന്നു, നവരത്നങ്ങളിൽ പ്രതിബിംബിക്കുന്ന മറ്റ് 9 മുഖങ്ങളാണ് എന്നാണ് അവര് പറയുന്നത്. അങ്ങനെ രാമായണം തന്നെ പലതുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് നമുക്ക് സയാമിൽ, തായ്ലൻഡിൽ ഒക്കെ പ്രത്യേകം രാമായണം, അതിന്റെ കലാരൂപങ്ങളും ഒക്കെ ഉണ്ട്. തീർന്നില്ല. അപ്പൊ നമ്മളെ മര്യാദാ പുരുഷോത്തമനാണ് ശ്രീരാമൻ. ബൈബിളിൽ ഒരു 5-6 രാമന്മാരുണ്ട്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാമായണത്തിൽ പിന്നെ രാമനെ നമുക്ക് ബൈബിളിലും കാണാൻ പറ്റും. അത് ഇതാണ് ബൈബിളിലെ രാമൻ. ഒന്ന്, നോഹയുടെ പെട്ടകം. നമുക്കറിയാം പ്രളയം ഉണ്ടായ നോഹയുടെ പെട്ടകം. ആ പെട്ടകത്തിൽ നോഹയുടെ മകൻ കുശ് എന്നാണ് അതിനകത്ത് പറയും. കുശന്റെ മകൻ റാം. ഇവിടെ നമ്മൾ പഠിക്കുന്നത് രാമന്റെ മകൻ ലവനും കുശൻ. ഇവിടെ കുശന്റെ മകൻ റാം എന്നാണ്. മറുപടി പിന്നെ പറയാം, വേണമെങ്കിൽ ഇപ്പൊ പറയാം. മണിപ്പൂരിലാണതുള്ളത്. മണിപ്പൂരിൽ ഒരു ലങ്കയുണ്ട്. മണിപ്പൂരിൽ അവിടെ പ്രാദേശികമായി ലങ്ക എന്ന് അവര് പറയുന്നു എങ്കിലും പിന്നീട് അതിന്റെ പേര് മാറ്റിയിട്ട് അത് ഉദ്ധംപൂർ എന്നോ അങ്ങനെ എന്തോ ഒരു പേരിലാണ് ഇപ്പൊ അത് അറിയപ്പെടുന്നത്. നെറ്റിൽ കിട്ടും നമുക്ക്. വടക്കേ ഇന്ത്യയിൽ മണിപ്പൂരിലാണ് ഒരു ലങ്ക ഉള്ളത്. അപ്പോ കുശന്റെ മകനാണ് ഇവിടെ രാമൻ. ബൈബിളിലെ ഉൽപ്പത്തി 10-ാം അധ്യായം 6-ാം വാക്യം. അടുത്ത് ദാവീദിന്റെ അപ്പൂപ്പൻ ഒരു രാമനുണ്ട്. അത് രൂത്ത് 4-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ജാമിയ പ്രവാചകൻ, ബൈബിളിൽ വായിച്ചിട്ടുള്ളവർക്ക് ജാമിയ പ്രവാചകന്റെ ഒരു ബന്ധു റാമനാണ്. റാംസേ എന്ന് പറയുന്നത് കാൻറ്റർബറി ബിഷപ്പിന്റെ പേരാണ്, റാംസേ. അതുപോലെ റാംഫോസ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ സെക്രട്ടറി ആയിരുന്നു. ഇനി സ്ഥലപ്പേരുകളുണ്ട്. റാംസ് ഗേറ്റ് ഇപ്പോഴും ഉള്ള സ്ഥലമാണ്, ബ്രിട്ടനിലാണ്. റാംസ് ഗേറ്റ്. രാമോത്ത് ജോർദാനിലെ ഒരു പട്ടണത്തിന്റെ പേരാണ്. ഇനി നമുക്കറിയാം പാലസ്തീൻ വിമോചന പോരാളി, അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തെ അടക്കിയ ഒരു സ്ഥലത്തിന്റെ പേരുണ്ട് രാമള്ള. അതെങ്ങനെ വന്നു പാലസ്തീനിൽ ഒരു രാമള്ള? ഇനി തീർന്നില്ല. നമ്മുടെ മുസ്ലിം പേരുകൾ റംല, റാംസിയ, റാമിഹ്, റാമിൽ, റാമിഹ്, റാമി, റമ്മ
എല്ലാം രാമമാണ്. അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏതാണ്ട് മധ്യ യൂറോപ്പിൽ ആരംഭിച്ച് ഏഷ്യ വരെ നീണ്ടു നിന്നിരുന്ന ഒരു മിത്ത്, ഒരു നാടോടി കഥ, ആ നാടോടി കഥയെ വളരെ മനോഹരമായ ഒരു കാവ്യമാക്കി വാൽമീകി മാറ്റുകയും അതിനെ ഒരു കാവ്യമായി കാണുന്നതിന് പകരം അതിനെ ചരിത്ര പുസ്തകമാക്കുകയും ആ ചരിത്രത്തിലൂടെ ഉന്നത വ്യക്തിത്വങ്ങളെ മനസ്സിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുകയും അതിന് ദൈവത്തിന്റെ പരിവേഷം കൊടുക്കുകയും അതിന് അമ്പലം നിർമ്മിക്കുകയും അത്തരം അമ്പലങ്ങളിലൂടെ അധികാരത്തിൽ കയറുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് രാമായണത്തിനെ സംബന്ധിച്ചു. 7 അധ്യായങ്ങളുള്ള രാമായണത്തിൽ ആദ്യത്തെ ബാലകാണ്ഡവും അവസാനത്തെ ഉത്തരരാമായണവും പിൽക്കാലത്ത് എഴുതിയതാണ് എന്ന് ഭാഷാ പണ്ഡിതർ തെളിയിച്ചിട്ടുണ്ട്. കാരണം മധ്യത്ത് വരുന്ന ഈ 5 അധ്യായങ്ങളും ത്തിൻ്റെയും ഭാഷയുടെ സ്വഭാവവും ആദ്യത്തെയും അവസാനത്തെയും ഭാഷയുടെ സ്വരൂപം തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഇത് രണ്ടും മാറ്റി നിർത്തിയാൽ രാമായണത്തിനകത്ത് ഒന്നുമില്ല, ദൈവത്തിൻ്റെതായ ഒന്നുമില്ല, എല്ലാം ഒരു കാവ്യത്തിന്റെ, ഒരു കഥയുടെ ചുവട് പിടിച്ചാണ് വാൽമീകി എഴുതി പോയിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഇതെപ്പോഴാണ് ഇതൊക്കെ കൂട്ടിച്ചേർക്കപ്പെട്ടത്? നമുക്കറിയാം, നമ്മൾ 60 വയസ്സാകുമ്പോൾ 2ാം വിവാഹം നടത്താറുണ്ട്. 60 വയസ്സ് നമ്മൾ ആഘോഷിക്കാൻ. അതിന് കാരണം നമുക്കിവിടെ പണ്ടൊരു വർഷമുണ്ടായിരുന്നു, ബ്രഹ്മർഷി വർഷം എന്നാണ് അതിൻ്റെ പേര്. ഈ ബ്രഹ്മർഷി വർഷം ആരംഭിക്കുന്നത് 1 മുതൽ 60 വരെ നേരെയുണ്ട്. 60 കഴിഞ്ഞ് വീണ്ടും 1 എന്നുണ്ട്. ഈ ബ്രഹ്മർഷി വർഷം ഒരു ആയുസായി കണക്കാക്കിയിരുന്നു. അതുകൊണ്ടാണ് 60 കഴിഞ്ഞാൽ 2ാം ജന്മം എന്നൊരു സങ്കല്പം വരുന്നത്. പിന്നെ രണ്ടാമത് പ്രായം ചെന്ന് കിളവിനെയൊക്കെ പിടിച്ച് രണ്ടാമത് പെണ്ണ് കെട്ടിക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ ഒരു 2ാം വിവാഹം എന്നുള്ള സങ്കല്പം വരുന്നത് അങ്ങനെയാണ്. ഇത് പുസ്തകങ്ങളെ സംബന്ധിച്ചിടത്തോളം, കൊട്ടാരത്തിലെ ഗ്രന്ഥപ്പുരകളെ സംബന്ധിച്ചിടത്തോളം പ്രയോഗിച്ചിട്ടുണ്ട്. ഓരോ 60 വർഷം കഴിയുമ്പോഴും ഇത് പുതുക്കി എഴുതണം. പുതുക്കി എഴുതാൻ നമ്മുടെ അനി എന്നെ ഏൽപ്പിക്കുകയാണ്. എൻ്റെ ചെല്ലും ചെലവുമെല്ലാം അനിയാണ് തരുന്നത്. അപ്പൊ അനിയെക്കുറിച്ച് ഞാൻ ഒരു പ്രശസ്തി കഥ കൂടി എഴുതി പിടിപ്പിക്കും. ഇങ്ങനെ എഴുതി പിടിപ്പിച്ചതാണ് മഹാഭാരതം. 1,26,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം. മഹാഭാരതത്തിന്റെ ആദ്യത്തെ പേരെന്താണെന്ന് അറിയാമോ? 30,000 ശ്ലോകമുള്ള ജയം എന്നായിരുന്നു. ജയം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 18 എന്നാണ്. കടവയാതി പ്രകാരം 18 എന്ന്, ജായ്ക്ക് 8 എന്നും യാക്ക് 1 എന്നും തിരിച്ചിടുമ്പോൾ 18. കടവയാതി അനുസരിച്ച് തിരിച്ചിട്ടാണ് വായിക്കുന്നത്. അങ്ങനെയാണ് ഈ 18 എന്ന് അർത്ഥം. ഈ 18ന്റെ പ്രാധാന്യമുണ്ട് മഹാഭാരതത്തിൽ. 18 ദിവസത്തെ യുദ്ധമാണ്, 18 അക്ഷൗഹിണിപ്പടയാണ്. അങ്ങനെ 18-നൊരു വലിയ ദിവ്യത്വം മഹാഭാരതത്തിൽ കൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ 30,000 ശ്ലോകങ്ങളുള്ള ജയം എന്ന കാവ്യം നമ്മൾ തിരിച്ചറിയുന്നത് ഈ പഴയ കാലത്തെ എല്ലാ കൃതികളുടെയും അവസാനം ഒരു പ്രാർത്ഥന ഗാനം. അതിനകത്ത് പറയും ജയോ നാമോ ഇതിഹാസോ എന്നാണ് അവസാനിക്കുന്നത്. ജയം എന്ന് പേരുള്ള ഇതിഹാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര്, ആ ഇതിഹാസത്തിൻ്റെ പേര് 18 ജയം എന്നാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അറിയുന്നത് 80,000 ശ്ലോകങ്ങളുള്ള ഭാരത സംഹിത എന്ന പേരിലാണ്. 80,000 ശ്ലോകങ്ങളുള്ള ഭാരത സംഹിത. അത് കഴിഞ്ഞ് 1,00,000 ശ്ലോകങ്ങളുള്ള ഗ്രന്ഥം എന്ന പേരിലാണ് അറിയും. 1,00,000 ഗ്രന്ഥമത്രേ എന്ന് നമ്മൾ ഹരിവംശത്തിൽ കാണാൻ പറ്റും. അത് കഴിഞ്ഞാണ് 1,26,000 ശ്ലോകങ്ങളുള്ള ഇന്നത്തെ മഹാഭാരതം. എന്ന് പറഞ്ഞാൽ എത്രയോ നൂറ്റാണ്ടുകൾ കൊണ്ട് പുതുക്കി എഴുതി ഇതിനെ ബൃഹത്താക്കി പിടിപ്പിച്ചതാണ് ഇന്നത്തെ മഹാഭാരതം. ആ മഹാഭാരതത്തിലെ ഭഗവത്ഗീത, ആ ഭഗവത്ഗീത സന്ദർഭം നമ്മൾ ആലോചിക്കണം. 2 ഭാഗത്തായി യുദ്ധത്തിന് അണിനിരന്ന് നിൽക്കുക. 18 അക്ഷൗഹിണി അപ്പുറവും ഇപ്പുറവുമായി എല്ലാ അമ്പും വെല്ലും ഒക്കെ കൊലച്ചങ്ങനെ നിൽക്കുമ്പോൾ ശ്രീകൃഷ്ണൻ 700 ശ്ലോകങ്ങൾ ചൊല്ലുക. ഈ 700 ശ്ലോകങ്ങൾ ചൊല്ലുന്നത് വരെ ഇത്രയും ആളുകൾ വെറുതെ അവിടെ നിന്നു. നമ്മുടെ സാമാന്യ വ്യക്തിക്കൊന്ന് ആലോചിക്കാം. യുദ്ധത്തിന്റെ ഇടയിൽ കൊണ്ടുവന്ന് നമ്മൾ ഈ 700 ശ്ലോകങ്ങളും ബാക്കിയുള്ളവരെല്ലാം മിടുക്കസ്യാൻ നിന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ അതിൻ്റെ അർത്ഥം ഇത് പിൽക്കാലത്ത് ആരൊക്കെ എഴുതി ചേർത്തതാണ്. ആ ഭഗവത്ഗീതയെ ഭാരതത്തിന്റെ, ഇന്ത്യയുടെ ദേശീയ ഗ്രന്ഥമായി പ്രഖ്യാപിക്കാൻ ആലോചിക്കുന്നു. അവിടെ നമ്മുടെ തിരുക്കുറളിന്റെ വക്താവായിട്ടല്ല ഞാൻ പറയുന്നത്.
അധ്വാനിക്കുന്നവനെ കുറിച്ച് ആദ്യമായി പറയുന്ന ധർമ്മോപദേശ കാവ്യം എന്നുള്ള നിലയ്ക്ക് ഒരു പരിഗണന പോലും അതിന് കൊടുക്കുകയോ നമ്മൾ പോലും കൊടുത്തില്ല. പിന്നെ വടക്കേ ഇന്ത്യക്കാരൻ ഇതിന് ദേശീയ ഗ്രന്ഥമായി ചാതുർവർണ്ണ്യം മായാസൃഷ്ടം എന്ന് പറയുന്ന, അതായത് വർണ്ണ വ്യവസ്ഥയെ അരക്കിട്ടുറപ്പിക്കുന്ന നാരായണ ഗുരു തന്നെ കൃഷ്ണൻ ദുഃഖിച്ചിരിക്കാം എന്ന് പറഞ്ഞു ആ കൃതി ദേശീയ ഗ്രന്ഥമായി പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് അധികാരം നിലനിർത്താനും അതിലൂടെ മതം പ്രചരിപ്പിക്കാനും മതത്തിന്റെ അടിത്തറയിൽ ഒരു രാഷ്ട്ര നിർമ്മാണം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ആണ് എന്ന് പറയാതെ തന്നെ നമുക്ക് വ്യക്തമാണ്. അടുത്ത നമ്മൾ ഇത്രയും പറഞ്ഞു. ഏകദേശം BC 2 അല്ലെങ്കിൽ AD 2 ഇടയ്ക്ക് എഴുതപ്പെട്ട മഹാഭാരതവും രാമായണവും അധികരിച്ച് എങ്ങനെയാണ് ഇതൊക്കെ രൂപപ്പെട്ടു വന്നത്, ഭരണം രൂപപ്പെടുത്തിയെടുത്തത്, ഭരണം എങ്ങനെയാണ് പിടിച്ചെടുത്തത് എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ രൂപം നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇതുകൊണ്ട് കാര്യം നടക്കില്ല. കാരണം എന്ന് പറയുന്നത് നമ്മളൊരു പുത്തൻ ആശയം ഇടും, ഈ ആശയം പഴകും. ഇപ്പൊ പഴകി തുടങ്ങി, രാമായണം പഴകി തുടങ്ങി. കാരണം ഈ 1990 87 ഞാൻ നേരത്തെ പറഞ്ഞു, 87 രാമാനന്ദ സാഗറിന്റെ രാമായണം സീരിയൽ കഴിഞ്ഞതിന് ശേഷം 90 അദ്വാനിയുടെ രഥയാത്ര, 92 തകർക്കുന്നു. അതിനുശേഷം 2024 അവിടെ രാമക്ഷേത്രം പണിയുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, തകർത്തത് എപ്പോഴാണ്? 1992 ഡിസംബർ 6 അംബേദ്കറുടെ നിർവ്വാണ ദിനം. മാത്രമല്ല 2024 ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. അന്ന് നമ്മുടെ രാഷ്ട്രപതി ഒഴികെ ബാക്കി എല്ലാവരും ക്ഷണിച്ചു. 2 നിന്നും ദളിത് സമൂഹം ഔട്ട്. അധികമാരും ശ്രദ്ധിക്കാത്തൊരു കാര്യം. എങ്ങനെയാണ് അപ്പൊ ഇത് ചാതുർവർണ്ണ വ്യവസ്ഥ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവത്ഗീത ദേശീയ ഗ്രന്ഥമായി പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതിന് ഒരു തെളിവ് ഞാൻ ചൂണ്ടിക്കാണിച്ചു. അത് പക്ഷെ ഇതിപ്പോ രാമായണം പഴകി തുടങ്ങി, മഹാഭാരതവും പഴകി തുടങ്ങി. അപ്പോൾ എന്ത് വേണം? എപ്പോഴും നമ്മൾ വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പ്രശസ്തരാക്കുന്നത് മിത്രങ്ങൾ മാത്രമാണ്, പ്രധാനമായി ശത്രുക്കളാണ്. നമ്മളെക്കുറിച്ച് പരദോഷണം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കും. അപ്പോൾ ചില ആളുകളുണ്ട് അങ്ങനെയാണെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കണമെന്ന്. അത് കാര്യം എൻ്റെ ആദ്യത്തെ ഗ്രന്ഥത്തിന് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്തോ അതിനകത്ത് ആരെയൊക്കെ ആക്ഷേപിക്കുന്ന കുറേ വലിയ പ്രചരണമായി. അതുകൊണ്ട് എല്ലാവരും ഇത് വായിച്ചപ്പോഴാണ് അതിനകത്ത് ഒന്നുമില്ല എന്ന് പറയും. അങ്ങനെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്നത് അത് നമുക്ക് വലിയ പബ്ലിസിറ്റിക്ക് കാരണമാകും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരു ശത്രുവിനെ സൃഷ്ടിക്കേണ്ടതുണ്ട്. അങ്ങനെ സൃഷ്ടിച്ച ശത്രുവാണ് മുഹമ്മദ് ഗസ്നിയും മുഹമ്മദ് ഗോറിയും മുഗൾ ഭരണം. ഗസ്നി 11-ാം നൂറ്റാണ്ടിൽ ആക്രമിച്ചു, ഗോറി 12-ാം നൂറ്റാണ്ടിൽ ആക്രമിച്ചു. അത് കഴിഞ്ഞ് 16-ാം നൂറ്റാണ്ടോടുകൂടി മുഗളന്മാരുടെ ആക്രമണം. അതിൽ മുഗളന്മാരെ കുറിച്ച് നമ്മൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഗോറിയും ഗസ്നിയും ഇവരെന്താണ് ചെയ്തത്? ഇവര് ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചു. പ്രത്യേകിച്ച് ഗുജറാത്തിന്റെ ഏറ്റവും വലിയ ക്ഷേത്രമായ, ഏറ്റവും കൂടുതൽ സമ്പന്നമായ, ഏറ്റവും കൂടുതൽ സ്വത്ത് കേന്ദ്രീകരിക്കപ്പെടുന്ന സോമനാഥ ക്ഷേത്രം 17 തവണ മുസ്ലിങ്ങൾ കൊള്ളയടിച്ചു. ഇതാണ് ഭാഷ്യം. 17 തവണ കൊള്ളയടിച്ചു. അപ്പൊ എത്രയെന്നുള്ളതല്ല, മുഹമ്മദ് ഗോറിയും മുഹമ്മദ് ഗസ്നിയും കൊള്ളയടിച്ചു. എന്തിന്? സ്വത്തുള്ളത് കൊണ്ട് കൊള്ളയടിച്ചു. അല്ലാതെ ദൈവത്തിനെ ധ്വംസിക്കുക, ക്ഷേത്രം ധ്വംസിക്കുക ആയിരുന്നില്ല അവരുടെ പരിപാടി. ഗോറിയെ സംബന്ധിച്ചിടത്തോളം ഗോറി ഏകദേശം സിന്ധു തീരത്തുള്ള എല്ലാ പള്ളികളും കൊള്ളയടിച്ചു. അദ്ദേഹത്തിന് ആവശ്യം സ്വത്തായിരുന്നു. പഴയ രീതി അനുസരിച്ചാണെങ്കിൽ സ്വത്ത് കേന്ദ്രീകരിക്കപ്പെടുന്നത് ദേവസ്ഥാനങ്ങളിലാണ്. ഒന്നുകിൽ അത് പള്ളിയിലായിരിക്കും, അതല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ. അതുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രം നമുക്കറിയാം. അപ്പൊ സ്വത്ത് കേന്ദ്രീകരിക്കുന്നത്, സ്വത്ത് സംരക്ഷിക്കപ്പെടുന്നത് ഇത്തരം. അതുകൊണ്ട് കൊള്ളയടിച്ചു. വേണ്ട, 12-ാം നൂറ്റാണ്ടിൽ കാശ്മീർ ഭരിച്ച ഹർഷവർദ്ധൻ 6-ാം നൂറ്റാണ്ടിലെ ആളാണ്. നമ്മുടെ ഹ്യുയാൻ സാങ്ങിന്റെ കാലത്ത് നിന്ന്. ഇത് ഹർഷദേവൻ 12-ാം നൂറ്റാണ്ട്. അദ്ദേഹം കൊള്ളയടിക്കാൻ വേണ്ടി ഒരു മന്ത്രിയെ പോസ്റ്റ് ചെയ്തു, കൊള്ളയടിക്കാൻ വേണ്ടി ഒരു വകുപ്പ്.
കരിങ്കല്ല് പറയുന്നത് ക്ഷേത്രത്തിൽ, ആ ക്ഷേത്രം പള്ളിയെല്ലാം നേരത്തെ കൊള്ളയടിച്ചു, ഏറ്റവും കൂടുതൽ കൊള്ളയടിച്ചൊരു ക്ഷേത്രം. അപ്പൊ ഈ കൊള്ളയടി എന്ന് പറയുന്നത് പണ്ട് സ്ഥലങ്ങൾ ആക്രമിച്ച് കീഴടക്കി വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, അവിടുത്തെ സ്വത്ത് കൊള്ളയടിക്കാൻ വേണ്ടിയാണ് ആക്രമിക്കുന്നത്. ഈ ചോളന്മാരും ചേരന്മാരും തമ്മിലുള്ള യുദ്ധവും ബാക്കി എല്ലാ യുദ്ധങ്ങളും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇവരിവിടെ വരുന്ന വ്യാഖ്യാനത്തിന്റെ പ്രശ്നമാണ്. ഹിന്ദുവിനെ തിരഞ്ഞുപിടിച്ച് ക്ഷേത്രം കൊള്ളയടിച്ചു. പക്ഷേ അവരെവിടെയൊക്കെ കൊള്ളയടിച്ചു എന്ന് പിന്നെ പറയുന്നില്ല. ഹർഷദേവനെ കുറിച്ച് അവർ പറയുന്നില്ല. രാജതരംഗിണി വേറെ എങ്ങല്ല, ഹർഷദേവന്റെ കാലത്ത് ജീവിച്ചിരുന്ന കൽഹണന്റെ രാജതരംഗിണിയിൽ വളരെ വ്യക്തമായി രൂപപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ഇതുണ്ട്, കാശ്മീർ തുരുഷ്കൻ എന്നാണ് അദ്ദേഹത്തിനെ കുറിച്ച് ഒരു ഇരട്ട പേര് ഈ കവി കൊടുക്കുന്നുണ്ട്, കാശ്മീർ തുരുഷ്കൻ എന്ന്. തുരുഷ്കൻ എന്ന് പറഞ്ഞാൽ ഇതുണ്ടല്ലോ, മുസ്ലിം എന്നുള്ള അർത്ഥത്തിലാണ് കൊടുത്തത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ചരിത്രത്തിലേക്ക് വരാത്തത്? ഇനി അതുപോലെയാണ് നമ്മുടെ കേരളത്തിലേക്ക് വന്നാലും ടിപ്പു ഏറ്റവും വലിയ അപകടകാരി. പക്ഷെ നമ്മൾ വേറെ ദൂരെ എങ്കും പോണ്ട. എപ്പോഴാണ് ടിപ്പു കേരളത്തിലേക്ക് വരുന്നത്? ടിപ്പുവിന്റെ പിതാവായ ഹൈദർ മലബാറിൽ അദ്ദേഹത്തിന് ക്ഷണിച്ചു വരുത്തിയതാണ് ആക്രമിക്കാൻ. 1766 സാമൂതിരി പാലക്കാട് രാജാവിനെ ആക്രമിക്കുന്നു, തരൂർ രാജകുടുംബത്തിന് ആക്രമിക്കുന്നു. അപ്പൊ അവിടെ ഇന്നത്തെ ഒരു പോലീസ് സ്റ്റേഷന്റെ വീത ആള് പോലും ഇല്ലാത്ത, ഈ പട്ടാളക്കാർ പോലും ഇല്ലാത്ത പാലക്കാട്ടുകാരനെ പിടിച്ചു വെക്കാൻ കഴിയില്ല. നിരന്തരമായ ആക്രമണം. അയാൾ ഒരു നിവൃത്തിയില്ല. അവസാനം ഹൈദറെ വിളിച്ചു വരും. ഹൈദർ വന്നാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ മകൻ വരുന്നത് 1782. 10 കൊല്ലമാണ് കഷ്ടിച്ച് ടിപ്പു സുൽത്താൻ മലബാർ കൈയടക്കിയിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ 92 ശ്രീരംഗപട്ടണം ഉടമ്പടിയോടുകൂടി ബ്രിട്ടീഷുകാർക്ക് അത് വിട്ടുകൊടുത്തു. ഈ 10 കൊല്ലത്തിനിടയ്ക്ക് 3ഓ 4ഓ തവണയെ മലബാറിൽ ടിപ്പു വന്നിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ തലസ്ഥാനം മൈസൂറാണ്. ഷേഖ് ആയാസ് ഖാൻ എന്ന് പറയുന്ന ഒരാളാണ് ഇവിടെ ഭരിച്ചത്. കുഞ്ഞുകൃഷ്ണൻ നമ്പ്യാർ എന്ന് പേരുള്ള ഷേഖ് ആയാസ് ഖാൻ എന്ന് മതം മാറിയ ഈ ഷേഖ് ആയാസ് ഖാനാണ് അന്ന് മലബാർ ഭരിച്ചത്. അന്ന് മലബാറിൽ എന്തെങ്കിലും അട്രോസിറ്റി നടന്നു എങ്കിൽ അന്നത്തെ മലയാളിക്ക് അതിൽ പങ്കുണ്ട്. ഷേഖ് ആയാസ് ഖാൻ അതിൽ പങ്കുണ്ട്. അതെന്താ പറയാത്തത്? ഇനി അത് പോട്ടെ, മലബാറിൽ കേരളീയൻ ആദ്യമായി റോഡ് എന്താണെന്ന് തിരിച്ചറിയുന്നത് ടിപ്പു സുൽത്താന്റെ ട്രക്കർ ഒക്കെ ഓടിയിറങ്ങുമ്പോഴാണ്, ട്രക്കോറി ഇറങ്ങുമ്പോഴാണ്. അദ്ദേഹമാണ് ആദ്യമായി റോഡ് വെട്ടിയത്. സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശം ഉത്തരവിലൂടെ കൊടുത്ത അദ്ദേഹമാണ്. അതുപോലെ തന്നെ സംബന്ധം എന്ന് പറയുന്ന ബ്രാഹ്മണന് വഴിയെ പോകുന്ന പെൺകുട്ടികളെയൊക്കെ കെട്ടാവുന്ന ഒരവസ്ഥയിൽ നിന്നും നിയമം മൂലം നിരോധിച്ചത് അദ്ദേഹമാണ്. സ്വാഭാവികമായ അട്രോസിറ്റീസ് നടന്നിരിക്കാം, ഇല്ലെന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ആ നന്മയെ നമ്മൾ എന്തുകൊണ്ടാണ് കാണാതെ പോകുന്നത്? ഒരു ചരിത്രകാരൻ വിലയിരുത്തേണ്ടത് നന്മയും തിന്മയും ഒരുപോലെയാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സർവ്വസംഘ പരിത്യാഗിയായിരിക്കണം. പക്ഷം ചേരാൻ പാടില്ല. അയാൾക്ക് ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, ലിംഗമില്ല, ആണും പെണ്ണും കെട്ട ഒരവസ്ഥയിലായിരിക്കണം അയാൾ ചരിത്രം എഴുതേണ്ടത്. പക്ഷേ നമ്മുടെ ആളുകളൊക്കെ ചെയ്യുന്നത് ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും അനുസൃതമായി. ഇനി നിങ്ങളെയൊക്കെ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്ന, നിങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ അടക്കമാണ്, ഈ ഞാൻ കൂടി ഉൾപ്പെടുന്ന നിങ്ങളെ പറഞ്ഞു പറ്റിച്ചിരിക്കുന്ന മറ്റൊരു കഥ കൂടി പറയാം. മുഗലൻ തിരുവിതാംകൂർ ആക്രമിച്ച് ഏതുവരെ വന്നു? മണക്കാട്ട് വന്ന് ക്യാമ്പ് ചെയ്തു. മണക്കാട്ട് വന്ന് ക്യാമ്പ് ചെയ്തിട്ട് എന്ത് ചെയ്തു? വർക്കല വരെ കൊള്ളയടിക്കാൻ പോയി. അപ്പോഴാണ് മുഗൾ സാമ്രാജ്യത്തിന്റെ ആ ചക്രവർത്തിയിൽ നിന്ന് ഉത്തരവ് വാങ്ങിയതിനു ശേഷം അവരെ പിൻവലിക്കുന്നത് എന്നൊരു കഥ. ഇവിടെ സാമാന്യ യുക്തിക്ക് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും ആലോചിച്ചു? ഇതിനകത്ത് പറയുന്നത് എന്താണ്? ആലുവാമൊഴി വഴി വന്നു എന്ന്. ആലുവാമൊഴി വഴി മുഗലൻ വരണമെങ്കിൽ ഇവിടെ നിന്ന് വരണം, തമിഴ്നാട്ടിൽ നിന്ന് വരണം. തമിഴ്നാട്ടിൽ അന്ന് ഭരിക്കുന്ന ആരാണ്? തിരുമല നായ്ക്കന്റെ ചെറുമകനായ ചൊക്കലിംഗനാഥ നായ്ക്കർ. ചൊക്കലിംഗനാഥ നായ്ക്കർ എന്ന് പറയുന്നത് തിരുമല നായ്ക്കനേക്കാൾ ശക്തിമാനും ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ഹിന്ദുവുമാണ്. അപ്പൊ ഒരു മുസ്ലിം രാജ വംശത്തിനെ തിരുവിതാംകൂർ എന്ന് പറയുന്ന ഹിന്ദു രാജ്യം ആക്രമിക്കാൻ തമിഴ്നാട്ടുകാരൻ അനുവദിക്കും. സാമാന്യ യുക്തിയാണ്.
അതല്ലെങ്കിൽ എന്ത് വേണം? ചൊക്കനാഥ നായ്ക്കരെ മുഗളൻ കീഴടക്കണം. മുഗളൻ എന്ന് പറയാൻ ഔറംഗസീബാണെന്ന് ഡൽഹി ഭരിക്കും. ഔറംഗസീബിന്റെ കാലം നമ്മൾ കാണണം. ഔറംഗസീബ് നിരന്തരം യുദ്ധത്തിലായിരുന്നു ശിവജിയുമായി. ശിവജിയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അറിയാം. നിരന്തരമായി തലവേദനയായിരുന്നു. പൃഥ്വിരാജ് ചൗഹാനുമായി നിരന്തരം യുദ്ധത്തിലായിരുന്നു. രണ്ട് ഭാഗത്തുമുള്ള നിരന്തരം ആക്രമണം കാരണം പൊറുതിമുട്ടി അവസാനം രജപുത്രരുമായി അദ്ദേഹം സന്ധി ചെയ്തു, നിവൃത്തിയില്ലാതെ. ആ അവസ്ഥയുണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ ഈ വളരെ 10,000-കണക്കിന് കിലോമീറ്റർ തെക്കുള്ള തിരുവിതാംകൂർ, ദാരിദ്ര്യം പിടിച്ച തിരുവിതാംകൂർ ആക്രമിച്ചിട്ട് ഔറംഗസീബിന് എന്ത് കിട്ടാൻ? ഒന്ന്. രണ്ട്, ആരാ ആക്രമിച്ചത്? മുഗലൻ. മുഗലൻ എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം നെയ്മല്ല, ഹിന്ദു നെയ്മ്. തമിഴ്നാട്ടിലെ കബഡി ക്യാപ്റ്റന്റെ പേര് മുഗലൻ സുബ്രഹ്മണ്യം എന്നാണ്. 6-ാം നൂറ്റാണ്ടിൽ കാശ്മീർ ഭരിച്ചിരുന്ന ഒരു രാജാവിന്റെ പേര് മുഗലൻ എന്നാണ്. മുഗല എന്നുള്ള പേര് വ്യാപകമായി തമിഴ്നാട്ടിൽ നിന്ന് ഹിന്ദു പെൺകുട്ടികൾക്ക് ഇടുന്ന പേരാണ്. പിന്നെ എങ്ങനെ ഈ മുഗലൻ മാത്രം മുസ്ലിമാണ്? അപ്പൊ ഇത്തരത്തിലുള്ള ഫേക്ക് കഥകൾ എന്തിനാണ് ഈ കഥ സൃഷ്ടിച്ചത്? ഈ കഥ സൃഷ്ടിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഹിന്ദു രാജ്യത്തിനെ ആക്രമിക്കാൻ ഒരു മുസ്ലിം എവിടെ നിന്ന്? ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. അതുകൊണ്ട് ഹിന്ദുവിനെ പീഡിപ്പിക്കുക എന്ന് പറയുന്നത് മുഗളന്മാരുടെ പ്രഖ്യാപിത നയമായി. എങ്ങനെയുണ്ട്? ശത്രുവായില്ലേ ഒരു ഭാഗത്ത്? മുഗളൻ എന്ന ശത്രു. യഥാർത്ഥം എന്താണ് സംഭവിച്ചത്? മതിലകൻ രേഖയുണ്ട്. എന്താ മതിലകൻ രേഖ? മഹാക്ഷേത്രങ്ങളെല്ലാം മതിലകൻ എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ താളിയോല ശേഖരമുള്ളത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. 35 ലക്ഷം. അതിൽ 1.5 കൊല്ലം കൊണ്ട് ഞാൻ ആകെ പരിശോധിച്ചത് ഏതാണ്ട് 1,10,000-ന് അടുപ്പിച്ച. വേറെ ചില ഇതിനു വേണ്ടിയല്ല, പറ്റില്ല. അപ്പൊ ഒരാഴ്ച കൊണ്ട് അത് പൂർത്തിയാക്കാൻ പറ്റില്ല. എങ്കിലും അതിനകത്തുള്ള വിവരങ്ങൾ നമുക്ക് പലയിടത്തുനിന്ന് അങ്ങും ഇങ്ങുമൊക്കെ ലഭ്യമാണ്. അതിൽ 915 എന്ന് പറയുന്നത് 1740 ചന്ദ സാഹിബും കൂടെ വന്ന മുഗലനുമായി കന്യാകുമാരിയോളം വരികയും മാർത്താണ്ഡവർമ്മ സന്ധിയാക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ മുഗലൻ ആക്രമിച്ചു എന്ന് പറയുന്ന കഥ കഴിഞ്ഞ് 60 കൊല്ലം കഴിഞ്ഞാണ് മാർത്താണ്ഡവർമ്മയുടെ, ഉമൈമറാണിയുടെ കാലത്താണ് അത് സംഭവിക്കുന്നത്. അത് കഴിഞ്ഞ് 60 കൊല്ലം കഴിഞ്ഞാണ് ഇങ്ങനെ ഒരു ആക്രമണത്തിന് അവർ വന്നപ്പോൾ തന്നെ 60,000 വെള്ളിപ്പണം കൊടുത്ത് യുദ്ധം ഒഴിവാക്കി. എന്താ കാര്യം എന്നറിയൂ? കാരണം അന്ന് തിരുവിതാംകൂറും ശ്രീലങ്കയിലുള്ള ഡച്ചുകാരുമായി നിരന്തര യുദ്ധത്തിലായിരുന്നു. ഈ ഒത്തുതീർപ്പ് കഴിഞ്ഞ് ഏതാണ്ട് 1-2 മാസം കഴിയുമ്പോഴാണ് കുളച്ചൽ യുദ്ധം 1741 ആഗസ്റ്റ്. ആ യുദ്ധത്തിലെ ഡച്ചുകാരെ മാർത്താണ്ഡവർമ്മയ്ക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞത് ഈ ചന്ദ സാഹിബിനെ ഒഴിവാക്കിയത് കൊണ്ടാണ്. ഇത്ര വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരിക്കെ എന്തിനാണ് ഈ മുഗളനെ കൊണ്ടുവരികയും മുഗളനെ ശത്രുവായി പ്രഖ്യാപിക്കുകയും മുഗളൻ എന്ന ഹിന്ദുവിന്റെ ശത്രുവാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണ്? നമ്മുടെ സാമാന്യ യുക്തിക്ക് ആലോചിക്കാവുന്നതാണ്. ഇത് ഭരണം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്. മതവികാരവും ജാതി വികാരവും ഇളക്കിവിട്ട് ആളുകളെ സംഘടിപ്പിക്കുക, അതിലൂടെ വോട്ട് നേടുക, അതിലൂടെ അധികാരത്തിൽ എത്തുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പിന്നിൽ ഉള്ള. ഇനി അവസാനത്തെ ഒരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. അത് ശബരിമല. ഇപ്പോഴേ പലർക്കും തോന്നി ശബരിമല ഇയാൾ എന്താണ് പറയാൻ പോകുന്നത്. അവിടെ സ്ത്രീകൾ കയറണോ കയറണ്ടേ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. അത് നമ്മുടെ വിഷയമേ അല്ല. അത് നിയമം കൈകാര്യം ചെയ്യട്ടെ, അതല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ കൈകാര്യം ചെയ്യട്ടെ, ഭരണകൂടം കൈകാര്യം ചെയ്യട്ടെ. കോടതി കിടക്കുന്ന ഒരു സംഭവമാണ്. അതിലേക്കൊന്നും നമ്മൾ വരുന്നില്ല. പക്ഷേ അവിടെ ഈ ബ്രാഹ്മണ്യത്തിന്റെ ഒരു കഥ രൂപപ്പെട്ടു വന്നു. ഈ പ്രശ്നം നടക്കുമ്പോൾ പരശുരാമൻ കോടാലി എറിഞ്ഞ് കേരളം ഉണ്ടാക്കിയെന്നും
അങ്ങനെ 108 ശാസ്താക്ഷേത്രങ്ങൾ മലയോരങ്ങളിൽ പ്രതിഷ്ഠിച്ചു എന്നും ഈ 108 ശാസ്താക്ഷേത്രങ്ങളിൽ ഇതുണ്ടല്ലോ നമ്മുടെ അതിൻ്റെ അധികാരികളായി തരളനെല്ലൂരിനെയൊക്കെ നിയമിച്ചു എന്നും ഒരു കഥ വരികയും ഈ കഥ ഏറ്റുപാടുകയും ചെയ്തു ഒരു രാഷ്ട്രീയ വിഭാഗം. സ്വാഭാവികം. കാര്യം നമ്മൾ ഹിറ്റ്ലറുടെ നമ്മൾ ഹൈദറുടെ കേസിൽ കണ്ടതുപോലെ, മുഗലന്റെ കേസിൽ കണ്ടതുപോലെ ഇത് രാഷ്ട്രീയമായി മുതലെടുക്കലാവശ്യമായിരുന്നു. അതുകൊണ്ട് അവർ ചെയ്തു. അത് ഏറെക്കുറെ വിജയിച്ചു എന്ന് വേണം വിചാരിക്കാൻ. കാരണം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി വിധിയെ പോലും അട്ടിമറിക്കാൻ അത്തരം ഒരു നീക്കത്തിന് കഴിഞ്ഞു എന്നുള്ളത്. പക്ഷേ അതിന് ബദൽ സംവിധാനം നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെയാണ് നമുക്ക് പരാജയം വരുന്നത്. അതിന് പകരം വെച്ചത് നമ്മൾ എന്താണ്? മലയരയ മിത്ത, വേറൊരു മിത്തിനെ കൊണ്ടുപോകും. മലയരയരുടെ ക്ഷേത്രമായിരുന്നു. അവർ ആദ്യത്തെ കല്ലിനെടുത്ത് മറിച്ചിട്ടാൽ അതിനകത്ത് മുത്തൻ എന്ന അവരുടെ അപ്പൂപ്പന്റെ പേരൊക്കെ കുത്തിവെച്ചിട്ടുണ്ട് എന്നൊരു കഥ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 36 ആദിവാസി ഗോത്രങ്ങളാണ് കേരളത്തിലുള്ളത്. അതിൽ ഏകദേശം ഒരു പരിഷ്കൃത അല്ലെങ്കിൽ ഒരു സംസ്കൃത സമൂഹം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ കാണിക്കാൻ. ആ കാണിക്കാർക്ക് പോലും ഒരു അമ്മിക്കല്ല് കൊത്താൻ അറിയില്ല. അവരിന്ന് ഇടിച്ചാണ്, വനത്തിലുള്ളവർ ഇടിച്ചാണ് ഈ കറിക്കൊക്കെ പലവ്യഞ്ജനങ്ങൾ പാകപ്പെടും. പിന്നെ എങ്ങനെയാണ് ഈ മലയരയർ ഈ 18 കല്ലും കൊത്തിവെക്കുകയും ആദ്യത്തെ കല്ലിന്റെ അടിഭാഗത്ത് ഇയാളുടെ പേര് കൊത്തിവെക്കുകയും ചെയ്തു? ഇനി മറ്റൊന്നുള്ളത്, ഇവിടെ എങ്ങനെയാണ് ഇത്രയും തമിഴ് സമൂഹം കേടി വരുന്നത്? നിങ്ങൾ ശബരിമലയിൽ നിന്ന് ഇവിടെ നിന്ന് നമ്മൾ ശബരിമലയിലേക്ക് പോകുന്നു. തമിഴ്നാട്ടിൽ ചവിട്ടാതെ നമുക്ക് ശബരിമലയിലെത്താം. തമിഴ്നാട്ടുകാർക്ക് പഴയ രീതി അനുസരിച്ചാണെങ്കിൽ കേരളത്തിൽ ചവിട്ടാതെ നമുക്ക് ശബരിമലയിലെത്താം. അതായത് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും മധ്യത്ത് നിൽക്കുന്ന ക്ഷേത്രമാണ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, എങ്ങനെയാണ് ഈ അയ്യപ്പൻ രൂപപ്പെട്ടത് എന്ന് കൂടി നമ്മൾ അറിയേണ്ടത്. ഇവിടെയാണ് ഒരു സങ്കല്പത്തിനെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു സത്യത്തിനെ എങ്ങനെയാണ് കുഴിച്ചുമൂടപ്പെടുന്നത് എന്ന് നമ്മൾ അറിയേണ്ടത്. നമുക്കറിയാം, ഇവിടുത്തെ ചാതുർവർണ്ണയ വ്യവസ്ഥയ്ക്ക് എതിരായിട്ട് ശക്തിയായി രൂപപ്പെട്ടു വന്നൊരു മതമാണ് ബുദ്ധമതം. അതിന് അദ്ദേഹം മുമ്പോട്ട് വെച്ച 4 ആധാര സംഭവങ്ങളാണ് 4 ആര്യ സത്യങ്ങൾ എന്ന് പറയും. ദുഃഖം, ദുഃഖകാരണം, ദുഃഖ നിവാരണം, അഷ്ടമാർഗം. മനുഷ്യന്റെ സ്ഥായിയായ ഭാവം ദുഃഖമാണ്. അതിന് കാരണമുണ്ട്, അതിന് നിവാരണമുണ്ട്, അതിന് അഷ്ടമാർഗങ്ങൾ സ്വീകരിക്കണം. ഇതാണ് 4 ആര്യ സത്യങ്ങൾ. ഈ ര എന്ന് പറയുന്ന അക്ഷരം നമ്മുടെ ബുദ്ധമതത്തിന്റെ ഭാഷയായ, അവരുടെ ദേവഭാഷയെ അതിൽ കരുതിയ പാലിയിലില്ല. അവിടെ രാഖ്യ പകരം ഉപയോഗിക്കുന്നത് ജായ. അങ്ങനെ ആര്യസത്യങ്ങൾ അജ്ജസത്യങ്ങളായി. അങ്ങനെ വടക്കേ ഇന്ത്യയിൽ നിന്ന് അജ്ജസത്യങ്ങളുമായി തമിഴ്നാട്ടിലെത്തി. തമിഴ്നാട്ടിൽ ഇന്നും 30 അക്ഷരങ്ങളേ ഉള്ളൂ. അതിനകത്ത് ജാ ഇല്ല. ജായ്ക്ക് പകരം അവരെന്ത് ചെയ്തു? യാ ചേർത്തു. അങ്ങനെ ആര്യസത്യങ്ങളുമായി വന്ന, അജ്ജസത്യങ്ങളുമായി വന്നവര് അയ്യനായി. പക്ഷേ അയ്യൻ എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു സാധാരണ പ്രയോഗമാണ്. ബഹുമാന സൂചകമായി ഏർപ്പെടുത്തുകയും ചെയ്യും. അവർകൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അവർ ഏർപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയാണ് അയ്യനാർ. നമ്മൾ ഒന്നും വേണ്ട, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഏതാണ്ട് 1000-ഓളം തെക്കൻ തമിഴ്നാട്ടിൽ 1000-ഓളം ക്ഷേത്രങ്ങൾ, അയ്യനാർ ക്ഷേത്രങ്ങൾ കാണാം. ഈ അയ്യനാർ എങ്ങനെയാണ് അയ്യപ്പനായത് എന്ന് കൂടി അറിയാം. നമുക്ക് മലയാളിക്ക് ദൈവം, എല്ലാ ആൺ ദൈവങ്ങളും അപ്പനും, പെൺ ദൈവങ്ങളെല്ലാം അമ്മയാണ്. ആറ്റുകാലമ്മ തുടങ്ങിയ അമ്മമാരും, ആണുങ്ങളോ ഏറ്റുമാനൂരപ്പൻ, വെക്കത്തപ്പൻ, വായില്ല കുന്നിലപ്പൻ, ഗുരുവായൂരപ്പൻ തുടങ്ങി. അതിൽ ഗുരുവായൂരപ്പൻ ഒഴികെയുള്ള ബാക്കി എല്ലാ അപ്പന്മാരും ശിവനാണ്. ശിവനുമായി ബന്ധപ്പെട്ടു. അങ്ങനെ തമിഴന്റെ അയ്യനാർ മലയാളിക്ക് അയ്യപ്പനാണ്. ഇതാണ് അതിൻ്റെ രൂപപ്പെട്ടു വന്ന ഒരു ലിംഗ്വിസ്റ്റിക് ആർക്കിയോളജി എന്ന് പറയും, ഭാഷാപുരാശാസ്ത്രം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ തമിഴരായ കച്ചവടക്കാർ ഇതെങ്ങനെയാണ് ഇവര് ബുദ്ധമതം സ്വീകരിച്ചത്, ബുദ്ധമതം അവിടെ വന്നത് എന്ന് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. യാഗസംസ്കൃതിയിൽ ആയിരക്കണക്കിന് ആടുകളെയും മാടുകളെയും കശാപ്പ് ചെയ്യുമ്പോൾ
ഈ ആടുകളെയും മാടുകളെയും ആരാണ് കൊടുക്കേണ്ടത്? ചെയ്യുന്നത് നമ്പൂതിരിയാണ്, കൊടുക്കേണ്ടത് രാജാവാണ്. പക്ഷെ രാജാവ് പശുവിനെ വളർത്താറില്ല. അപ്പൊ പിന്നെ എവിടുന്ന് വാങ്ങണം? കർഷകന്റെ നിന്ന് വാങ്ങണം. കർഷകന്റെ നിന്ന് വാങ്ങണമെങ്കിൽ ആര് വാങ്ങിക്കൊടുക്കണം? കച്ചവടക്കാരൻ വാങ്ങിക്കൊടുക്കണം. അപ്പൊ കച്ചവടക്കാരന് യാഗം എന്ന് പറയുന്നത് നഷ്ടമാണ്. യാഗമില്ലാത്തൊരു മതത്തിലേക്ക് പോകുന്നത് അവൻ ലാഭമാണ്. അങ്ങനെയാണ് കച്ചവടക്കാർ ബുദ്ധമതത്തിലേക്കും ജൈനമതത്തിലേക്കും കുടിയേറും. അങ്ങനെ കുരുമുളക് കച്ചവടത്തിന് വേണ്ടി മലമുറിച്ചിറങ്ങിയ പാണ്ഡ്യ കച്ചവടക്കാർ സ്ഥാപിച്ച ആണ് ഈ മലയോര ക്ഷേത്രങ്ങളിലെ അയ്യപ്പ ക്ഷേത്രങ്ങൾ. നമ്മൾ ഒരു മലയോര ക്ഷേത്രങ്ങൾ, നിരവധി ക്ഷേത്രങ്ങൾ, വീരണകാവ്, ആര്യനാട്, കുളത്തുപുഴ തുടങ്ങിയ ഒരുപാട് മലയോര അയ്യപ്പ ക്ഷേത്രങ്ങൾ ഉണ്ട്. അത് കാരണമില്ല. ഇനി അവർ മലമുറിച്ചിറങ്ങുന്നത് എന്തിനാണ്? കുരുമുളക് വാങ്ങാൻ വേണ്ടി മാത്രമല്ല. അവരെങ്ങനെയാണ് വരുന്നത്? അവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അവരെങ്ങനെയാണ് വരുന്നത്? ചരക്കുകൾ എങ്ങനെയാണ് കൈമാറ്റം ചെയ്യുന്നത്? ചരക്കുകൾ കൈമാറ്റം ചെയ്യുന്നത് കാളപ്പുറത്താണ്. കാരണം ഇവിടെ നമുക്ക് കഴുതയെ ഉപയോഗിക്കാൻ കഴിയില്ല. കഴുത ഇവിടെ സ്ഥിരമായി 2 മൺസൂൺ ഉള്ളത് കൊണ്ട് തന്നെ കുളമ്പ് രോഗം വരും. ശബരിമല സീസണിൽ ഉപയോഗിച്ചിട്ട് അവർ കഴുത കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് പിന്നെ ഉപയോഗിക്കുന്ന ആരോഗ്യമുള്ള കാളകളെ, ഈ കാളകളുടെ പേരാണ് പൊതിക്കാളകൾ. ഈ കാളകളുടെ 2 ഭാഗത്തും തുല്യഭാരമുള്ള ചരക്കുകൾ കെട്ടിയിട്ട് 100 കണക്കിന് ആ കാളകളെ തെളിച്ചു കൊണ്ടുപോകും. ഇങ്ങനെയാണ് ചരക്ക് കൊണ്ടുവരും. എന്ത് ചരക്കാണ് കൊണ്ടുവരുന്നത്? തുണി. മലയാളിക്ക് ഇല്ലാത്ത ഏക സാധനം പരുത്തിയും തുണിയുമാണ്. എന്താ കാര്യം എന്നറിയൂ? നമ്മുടെ മണ്ണിന്റെ സ്വഭാവം ഈ ലാറ്ററൈറ്റ് കലർന്ന മണ്ണാണ്, കളിമണ്ണിന്റെ അംശം ചേർന്ന മണ്ണാണ്. ഇവിടെ പരുത്തി ലാഭകരമല്ല കൃഷി. മറ്റൊന്ന് 2 മൺസൂണാണ്. 2 മൺസൂണും കൃത്യമായി കിട്ടുകയാണെങ്കിൽ ഇത് ഉണ്ട് കിട്ടും. ഈ 2 കാരണങ്ങൾ ഇവിടെ പരുത്തി കൃഷിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നെയ്ത്ത് സമൂഹവുമില്ല. ചാലിയർ എന്നൊക്കെ പറയുന്ന വിഭാഗം പിന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് തമിഴ്നാട് വഴി ഇങ്ങോട്ട് വന്നാൽ പത്മശാലിയർ മഹാരാഷ്ട്രയിൽ നേരിട്ട് വന്നവരാണ്. പിന്നുള്ള ഈഴവരാണ്. അവരെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, ശ്രീലങ്കയിൽ നിന്ന് വന്നവരാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അതിനെ സംബന്ധിച്ച് തർക്കം നൽകും. പക്ഷെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഈ തുണി എന്ന് പറയുന്നത് പുറത്തുനിന്ന് തന്നെ വരണം. അപ്പൊ തുണിയുമായി അവർ ഇങ്ങോട്ട് വരുന്നു, കുരുമുളക് വാങ്ങുന്നു, തിരിച്ചു പോകും. അപ്പോഴും നിങ്ങൾ ഇയാൾ ഈ ഭാവനയിൽ നിന്ന് സൃഷ്ടിച്ചൊരു കഥയില്ലേ പറയും. കുരുമുളകിന്റെ സീസൺ ഏതാ? വൃശ്ചികം, ധനു. ശബരിമലയുടെ സീസൺ ഏതാ? വൃശ്ചികം, ധനു. കുരുമുളക് ഉണക്കാൻ പറ്റിയ സമയം, നനയാതെ തുണി കൊണ്ടുവന്ന് വിൽക്കാൻ പറ്റിയ സമയം. ഇനി കാളപ്പുറത്താണ് വന്നതെന്ന് പറയാൻ നിങ്ങൾ ചുമ്മാ ഇയാൾ സ്വപ്നത്തിൽ നിന്ന് കണ്ടു പറഞ്ഞു എന്ന് വിചാരിക്കേണ്ട. കാളകെട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് എരുമേലി വഴി ശബരിമലയിൽ പോകുമ്പോൾ. അഴുതാ നദിയുടെ തീരത്ത് അതിവിശാലമായൊരു സ്ഥലം. കാളയ്ക്ക് വിശ്രമം വേണം, അതിന് വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രദേശമാണ് ഈ കാളകെട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പഞ്ചായത്തിന്റെ പേരോ. മാത്രമല്ല 1504 റോഡ്രിക്സ് എന്ന് പറയുന്ന ഒരു പോർച്ചുഗീസ് ഗവർണർ കൊല്ലത്തുണ്ടായിരുന്നു. അദ്ദേഹം കൊല്ലം റാണിയെ കണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടുത്തെ കുരുമുളക് കച്ചവടത്തിന്റെ കുത്തക തരണം. അപ്പൊ റാണി പറഞ്ഞു, തമിഴ്നാട്ടിൽ നിന്ന് ബ്രാഹ്മണരും മറ്റുമാണ് ഇവിടെ വന്ന് വാങ്ങുന്നത്, അവരെ നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല, ഇവർ ബ്രാഹ്മണരാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഈ റോഡ്രിക്സ് ചെയ്തത് 50 ബ്രാഹ്മണരെ പിടിച്ചുകെട്ടി കഴുത്ത് വെട്ടുകയും 5000 കാളകളെ പിടിച്ചെടുക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ 14 വള്ളങ്ങൾ, അയാളുടെ കായലോരത്ത് കിടന്ന 14 വള്ളങ്ങൾ പിടിച്ചെടുക്കുക. അവിടെയുള്ള ആ വള്ളത്തിൽ വന്ന മുസ്ലിങ്ങളെ മുഴുവൻ കശാപ്പ് ചെയ്യുകയും ചെയ്തു. അത് പോർച്ചുഗീസ് രേഖകളിൽ നമുക്ക് കൃത്യമായിട്ട് വായിക്കാൻ കിട്ടും. അപ്പൊ ഇത്തരത്തിൽ ശബരിമലയെ, ഇത്രയും ചരിത്രവും പാരമ്പര്യമുള്ള ശബരിമലയെ, അതായത് ബുദ്ധമതത്തിന്റെ ഇതാണ്. ഇനി അത് മാത്രമല്ല, ബുദ്ധോ ശാസ്താമുനിസ്ത്വയ എന്നാണ് അമരകോശത്തിൽ പറയും. 7-ാം നൂറ്റാണ്ടിൽ എഴുതുക. അത് ബുദ്ധനും ശാസ്താവും ഒന്നാണെന്ന് അതിനകത്ത് പറയുന്നുണ്ട്. എന്നാലും നമ്മുടെ ആളുകൾ ഭഗവച്ച് വരില്ല. അത് പരമശിവനും മഹാവിഷ്ണുവും കൂടി ഇണചേർന്നുണ്ടായ കുഞ്ഞാണ്. അതുകൊണ്ട് അതിന് പ്രത്യേക എന്തെല്ലാം കഥ. ഈ കഥകൾ വിശ്വസിക്കാനും ഇതിനെ മതത്തിലേക്ക് മാറ്റാനും ഇതിനെ മുഴുവൻ വോട്ടായി മാറ്റാനും ഭരണത്തിൽ കയറാനുമുള്ളൊരു വ്യഗ്രത. പക്ഷെ ഭരണത്തെ, ഈ ശബരിമലയെ സംബന്ധിച്ചുള്ള ഭരണത്തിൽ കയറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും ഭരണത്തിൽ നിന്ന് ഇറക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സർക്കാരിനെ പിടിച്ച് കീഴെ ഇറക്കാനല്ല,
സർക്കാരിന്റെ സുപ്രീം കോടതിയുടെ ഉത്തരവിനെ മരവിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ആ മതത്തിന്റെയും ആ സങ്കല്പത്തിന്റെയും ആ മിത്തിന്റെയും ശക്തി നിങ്ങളൊന്ന് ആലോചിക്കും. അപ്പൊ ഇവിടെ ശാസ്ത്രീയമായി നമുക്കതിനെ പ്രതിരോധിക്കാൻ, ചരിത്രപരമായി പ്രതിരോധിക്കാൻ പലപ്പോഴും തയ്യാറാകാതെ വന്നതിൻ്റെ പരിണിത ഫലം കൂടിയാണ് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അപ്പോൾ ഇനി അധികം നീട്ടുന്നില്ല, ഇപ്പം തന്നെ സമയം, എനിക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ചരിത്രം എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കേണ്ടത് മുമ്പോട്ട് നോക്കിയാണ്. പിന്നെ എന്തിനാണ് പണ്ട് നടന്നതും പടയിൽ തോറ്റതും ഒക്കെ പഠിക്കേണ്ട കാര്യമുണ്ടോ എന്നൊരു തോന്നലുണ്ടാകാം. അതിനുള്ള ഉത്തരം കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ചെയ്ത ഒരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാവാം, നാളത്തെ ശാസ്ത്രമതാകാം, മൂളായിക സമ്മതം രാജൻ. ഇന്നലെ ചെയ്ത അബദ്ധങ്ങൾ പഠിക്കുന്നത് ആ അബദ്ധങ്ങൾ ഇന്ന് ആവർത്തിക്കാതിരിക്കാനാണ്. ഇന്നലെ ചെയ്ത സുബദ്ധങ്ങൾ പഠിക്കുന്നത് ഇന്നലെ തിരുത്തുവാനാണ്. ഇന്നലെ തിരുത്തിക്കൊണ്ടും നല്ലൊരു നാളെ കരുപ്പിടിപ്പിക്കുന്നതിനും ചരിത്രത്തോളം ഉതകുന്ന മറ്റൊരു ശാസ്ത്രം, ഒരുപക്ഷെ ശാസ്ത്രവും ചരിത്രവും ഇഴചേരുമ്പോഴാണ് ഒരു പുത്തൻ സമൂഹം രൂപപ്പെടുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയും അവതരിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.